ഹായ്, വെൽക്കം ടു മാസ്റ്റർ ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOLA 138 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ ലാസ്റ്റ് ബ്ലോക്കിലുള്ള 2 ചാപ്റ്റേഴ്സാണ്. യൂണിറ്റ് 18 വോയിസ് മെയിൽ, വീഡിയോ കോൺഫറൻസിങ് ആൻഡ് കോൺഫറൻസ് കോൾ. ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത് നമ്മൾ ബിസിനസ്സുകളൊക്കെ ഗ്ലോബലൈസ് ചെയ്തതോടുകൂടി നമ്മുടെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള ആൾക്കാർ തമ്മിൽ, ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് എഫക്റ്റീവായിട്ട് നടത്തുന്നതിന് വേണ്ടി നമ്മൾ പല രീതിയിലുള്ള സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. വോയിസ് മെയിൽ, വീഡിയോ കോൺഫറൻസിങ്, കോൺഫറൻസ് കോൾ മുതലായവ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നടത്തുന്നതിന് വേണ്ടി. അപ്പം അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. കോൺഫറൻസ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ, ഒരു കോളിലൂടെ തന്നെ അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ പാർട്ടിസിപ്പൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള മൾട്ടിപ്പിൾ ആൾക്കാരെ അറ്റ് എ ടൈമിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ട് നടത്തുന്ന ഒരു കോളാണ് കോൺഫറൻസ് കോൾ എന്ന് പറയുന്നത്. അതിൽ ടു ടൈപ്പ് കോൺഫറൻസ് കോൾ ഉണ്ട്. വൺ വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ സ്പീക്കർ ഈസ് ഹെർഡ് ആൻഡ് അതർ പാർട്ടിസിപ്പൻസ് റിമൈൻ സൈലൻറ്റ്. ഒരാൾ മാത്രം സംസാരിക്കുകയും മറ്റുള്ളവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ടു വേ കമ്മ്യൂണിക്കേഷനിൽ അതിനകത്തുള്ള എല്ലാ പാർട്ടീസുകളും അതിൽ ആ ഡിസ്കഷനിൽ എൻഗേജ്ഡ് ആയിരിക്കും. യൂസ് ഓഫ് കോൺഫറൻസ് കോൾ എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിസിനസ്സിൽ? ക്ലയൻറ്റ് മീറ്റിങ്ങിന് ബിസിനസ് ഓഫ്റ്റൻ യൂസ് കോൺഫറൻസ് കോൾ ടു മീറ്റ് വിത്ത് ക്ലയൻറ്റ് ഹൂ മേ ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ക്ലയൻറ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തായി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോൺഫറൻസ് കോൾ യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റ് മീറ്റിംഗ്സിൽ. അതുപോലെ ടീം ഡിസ്കഷന് റെഗുലർ ടീം മീറ്റിംഗ്സ് ക്യാൻ ബി കണ്ടക്റ്റഡ് റിമോട്ട്ലി, ഹെൽപ്പിംഗ് ടു കീപ് എവ്രി വൺ അലൈൻഡ് ഓൺ പ്രൊജക്റ്റ് ആൻഡ് ഗോൾസ്. നമ്മുടെ ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ടീമിലുള്ള ഡിഫറെൻറ്റ് ലൊക്കേഷനായിരിക്കും ആൾക്കാർ. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്തുന്നതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോൺഫറൻസ് കോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊജക്റ്റ് അപ്ഡേറ്റ്, സെയിൽ റെപ്രസെൻറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ കോൺഫറൻസ് കോൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. ഈ കോൺഫറൻസ് കോൾ ബൈ eliminating the need of travel, കോൺഫറൻസ് കോൾ ക്യാൻ സേവ് ബോത്ത് ടൈം ആൻഡ് മണി, ഇംപ്രൂവിങ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി. നമ്മൾ ട്രാവൽ ചെയ്തിട്ട് പേഴ്സണലി പോയിട്ട് ഒരാളെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കോൺഫറൻസ് കോൾസ് വെച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ നമുക്ക് മീറ്റിംഗ് നടത്താനും നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈമും മണിയും സേവ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. കീ കൺസിഡറേഷൻ ഫോർ കണ്ടക്ടിങ് കോൺഫറൻസ് കോൾ. നമ്മൾ കോൺഫറൻസ് കോൾ നടത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അജണ്ട പ്രിപ്പറേഷൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഡിഫൈൻ ദ ഗോൾ. നമ്മൾ ഒരു കോൺഫറൻസ് കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ ഈ കോൺഫറൻസ് കോൾ ചെയ്യുന്നത്, എന്തിനാണ് അതിൻ്റെ ഗോൾ എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആൻഡ് ടൈം ലിമിറ്റ്സ് ഫോർ ദ കോൾ അഡ്വാൻസ്. അതുപോലെ ഷെയർ എ ക്ലിയർ അജണ്ട വിത്ത് ഓൾ പാർട്ടിസിപ്പൻറ്റ് ടു എൻഷുർ ദ മീറ്റിംഗ് സ്റ്റേ ഓൺ ദ ട്രാക്ക്. നമ്മുടെ അജണ്ടനെക്കുറിച്ച്, നമ്മൾ എന്ത് ടോപ്പിക്കിലാണ് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്, അതിനെക്കുറിച്ച് എല്ലാ പാർട്ടിസിപ്പൻസിനോടും നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ എല്ലാവരും ഇതിൽ അവർക്ക് പറയുന്ന കാര്യം മനസ്സിലാക്കാനും അവർക്ക് ആ ട്രാക്കിൽ വരാനും സാധിക്കുകയുള്ളൂ, അവർക്ക് കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്ത് ടോപ്പിക്കിൻ്റെ മുകളിലാണ്, എന്ത് അജണ്ടയുടെ മുകളിലാണോ ഈ കോൺഫറൻസ് കോൾ ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ അതിലെല്ലാ പാർട്ടിസിപ്പൻസിനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ടെക്നിക്കൽ സെറ്റപ്പ്. സെൻഡിങ് ഡയൽ ഡീറ്റെയിൽസ് ടു ഓൾ പാർട്ടിസിപ്പൻറ്റ്. അതുപോലെ അഡീഷണലി ബി ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം അബൌട്ട് ഹൂ പിയേഴ്സ് ദ കോസ്റ്റ് ഓഫ് ദ കോൾ. ആരാണ് ഈ കോളിൻ്റെ ചാർജസ്, ആരാണ് ഇതിൻ്റെ കോസ്റ്റ്, ആരാണ് ഇതിൻ്റെ ചിലവ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ആരാണ് ഇതിൻ്റെ കോസ്റ്റ് വഹിക്കുന്നത് എന്നുള്ളത് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ പെർട്ടിക്കുലർലി വെൻ ലോങ് ഡിസ്റ്റൻസ് ചാർജ് മേ അപ്ലൈ. കുറച്ചുകൂടെ നമ്മൾ ദൂരമുള്ള ഡിസ്റ്റൻസിലുള്ള ആൾക്കാർ വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചാർജസ് മേ അപ്ലൈ. ചാർജസ് നമ്മൾ എന്ത് ചെയ്യും?
ചെയ്യേണ്ടതായിട്ട് വരും. ഓൾവേസ് ഹാവ് എ കോണ്ടിജൻസി പ്ലാൻ ഇൻ പ്ലേസ് ഇൻ കേസ് ഓഫ് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. ഒന്നെങ്കിൽ എന്താണ് നമ്മുടെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് മറ്റ് എന്തെങ്കിലും ബാക്കപ്പ് നമ്പേഴ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് നമ്മൾ ഓൾറെഡി നമ്മളെ ഐഡിയയിൽ ഉണ്ടായിരിക്കണം. ഷെഡ്യൂളിംഗ് ആൻഡ് പ്രിപ്പറേഷൻ. കൺസിഡർ പാർട്ടിസിപ്പൻസ് ടൈം സോൺ വെൻ ഷെഡ്യൂളിംഗ് ദ കോൾ. നമ്മൾ കോള് ഏത് ടൈമിലാണ് വെക്കേണ്ടതെന്നുള്ളത് നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ സൗകര്യമായിട്ടുള്ള ടൈം അനുസരിച്ചിട്ട് വേണം അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. സ്റ്റാർട്ടിങ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദ കോൾ. ലോഗ് ഇൻ ഏർലി ടു അസസ് അറ്റൻഡൻസ്. നമ്മൾ കുറച്ചുകൂടി നേരത്തെ തന്നെ കോള് നമ്മൾ തുടങ്ങുക. അപ്പോൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡക്ഷൻ ചെയ്യാനും പരസ്പരം പരിചയപ്പെടാനൊക്കെ കുറച്ച് ടൈം കിട്ടും. അതുപോലെ എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഫ്രം എവ്രി വൺ ആൻഡ് മോണിറ്റർ ടൈം ടു എൻഷുർ ദ കോൾ ഡസൻറ്റ് ഓവർ റൺ. നമ്മുടെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ എൻകറേജ് ചെയ്യുക. അതുപോലെ നമ്മുടെ കോൾ ഒരുപാട് ലോങ് ആയി പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. ജനറൽ എറ്റിക്വറ്റ് എൻഷുർ ദ എവ്രി വൺ സ്പീക്ക് ക്ലിയർലി ആൻഡ് ലിസൺ അറ്റൻറ്റീവ്ലി. നമ്മൾ ഉറപ്പ് വരുത്തുക എല്ലാവരും നന്നായിട്ട് ക്ലിയറായിട്ട് ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്നും അത് കേൾക്കുന്നുണ്ടെന്നും അത് ലിസൺ ചെയ്യുന്നുണ്ടെന്നും നമ്മൾ ഉറപ്പ് വരുത്തുക. മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് പാർട്ടിസിപ്പൻ്റ് അവരുടെ കോൾ മ്യൂട്ട് ചെയ്ത് വെക്കുക. വെൻ നോട്ട് സ്പീക്കിംഗ് ടു എലിമിനേറ്റ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ള സംസാരിക്കുന്ന സമയത്ത് മ്യൂട്ട് ചെയ്ത് മറ്റുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യാം, മ്യൂട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇൻട്രാക്റ്റീവ് ടെക്നിക്സ് മെത്തേഡ് ലൈക്ക് ബ്രെയിൻ സ്റ്റോം സെഷൻ, ബ്രേക്ക്ഔട്ട് ഡിസിഷൻ or structured commenting frameworks, example just 3 words, can be used to make the call more engaging and interactive. Closing the call, summarize the key points discussed, record the minutes, assign follow-up action, and ensure everyone has opportunity to provide final thought before concluding the call. നമ്മൾ കോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തതെന്നുള്ള സമ്മറൈസ് ദ കീ പോയിൻ്റ് ഡിസ്കസ്ഡ്. അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്ത മിനിറ്റ്സ്, അതുപോലെ അസൈൻ ദ ഫോളോ അപ്പ് ആക്ഷൻസ്, അതുപോലെ നമ്മുടെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതിലെന്താണ് എൻഷുർ എവരി വൺ ഹാസ് എ ഓപ്പർച്യൂണിറ്റി ടു പ്രൊവൈഡ് ഫൈനൽ തോട്ട്സ് അവരുടെ അവസാനമായിട്ടുള്ള ഡിസ്കഷൻ്റെ മുകളിൽ അവർക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എല്ലാവർക്കും പറയാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ബിഫോർ കൺക്ലൂഡിങ് ദ കോൾ. വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വീഡിയോ കോൺഫറൻസിങ് ടേക്ക് കമ്മ്യൂണിക്കേഷൻ ടു നെക്സ്റ്റ് ലെവൽ ബൈ കമ്പൈനിങ് ഓഡിയോ വിത്ത് വിഷ്വൽ എലമെൻറ്റ്സ്. നമ്മൾ ഓഡിയോയും വിഷ്വലും ഒരുമിച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന കോളാണ് വീഡിയോ കോൺഫറൻസിങ്. അലോയിങ് പാർട്ടിസിപ്പൻറ്റ് ടു ഇൻട്രാക്ട് ഇൻ റിയൽ ടൈം ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷൻ. പല ലൊക്കേഷനുകളിൽ നിന്നും ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, വീഡിയോ കോളിലൂടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു. This is particularly important when face-to-face interaction is necessary but not possible. ഇത് എപ്പോഴാണ് ഇത്തരത്തിലുള്ള വീഡിയോ കോൺഫറൻസിങ് വെക്കുക? ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അത്യാവശ്യമായി വരികയും എന്നാൽ നമുക്ക് നേരിട്ട് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വെക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് വീഡിയോ കോൺഫറൻസിങ് നടത്തുന്നത്. പ്ലാനിങ് ഫോർ വീഡിയോ കോൺഫറൻസിങ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ പ്ലാനിങ് ടൈമിൽ ചെയ്യേണ്ടത്? ഒരു സക്സസ്ഫുൾ വീഡിയോ കോൺഫറൻസിങ്ങിന് ഐഡൻറ്റിഫൈ പാർട്ടിസിപ്പൻ്റ് ആൻഡ് ലൊക്കേഷൻ, കൺഫേം ദ നെയിം ആൻഡ് റോൾ ഓഫ് ദ പാർട്ടിസിപ്പൻസ്. നമ്മൾ ആരൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്, അവരുടെ നെയിമും റോളുകളും കൺഫേം ചെയ്യാം. ആസ് വെൽ ആസ് അവരുടെ ലൊക്കേഷൻസും. എൻഷുർ എവ്രി വൺ പ്രോപ്പർലി ഇൻക്ലൂഡഡ്. എല്ലാവരും പ്രോപ്പർലി അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതും ഉറപ്പുവരുത്താം. ഡിസ്ട്രിബ്യൂട്ട് ദ അജണ്ട, സെൻഡ് ദ അജണ്ട അഹെഡ് ഓഫ് ടൈം ജസ്റ്റ് ലൈക്ക് എ കോൺഫറൻസ് കോൾ so that everyone is aware of the topics that will be discussed. നമ്മൾ എന്തിൻ്റെ മുകളിലാണോ, എന്ത് ടോപ്പിക്കിൻ്റെ മുകളിലാണോ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്, അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള നേരത്തെ തന്നെ കോൺഫറൻസ് കോൾ നമ്മുടെ വീഡിയോ കോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം,
അത് മറ്റ് പാർട്ടിസിപ്പൻസുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ അവർക്കതിന് ഡിസ്കഷൻ നടത്തുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ടെസ്റ്റ് ടെക്നോളജി ചെക്ക് ദ വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയർ ഓർ പ്ലാറ്റ്ഫോം ഇൻ അഡ്വാൻസ് ടു എൻഷുർ ദ വർക്ക് സ്മൂത്ത്ലി. നമ്മൾ വീഡിയോ കോൺഫറൻസ് നടത്തുന്ന മുമ്പ് തന്നെ നമ്മൾ ഏത് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണോ യൂസ് ചെയ്യുന്നത് അത് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് അത് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് വെക്കുക. The audio and video settings as well as the screen sharing capabilities to avoid delays during the meeting. അതുപോലെ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം, ഓഡിയോ ആൻഡ് വീഡിയോ സെറ്റിങ്സ് സെറ്റ് ചെയ്യുക, അതുപോലെ സ്ക്രീൻ ഷെയറിങ് കേപ്പബിലിറ്റീസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ടു അവോയ്ഡ് ഡിലേസ് ആൻഡ് ഡ്യൂറിങ് ദ മീറ്റിങ്ങിൻ്റെ സമയത്തുള്ള ഡിലേ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് വെക്കുക. അടുത്ത ഡ്യൂറിങ് ദ കോൾ. വൺസ് ദ കോൾ ബിഗിൻ എൻഷുർ ദ ഫോളോയിങ്. നമ്മൾ കോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെന്താണ് ചെയ്യേണ്ടത്? Professional etiquette, just like an in-person meeting, participants should be attentive, avoid distraction, and maintain professional demeanor. Ensure that everyone is visible and audible. ഇവിടെ പറയുന്നത് വൺസ് നമ്മൾ കോൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മീറ്റിങ്ങിൽ നമ്മൾ എന്താണ് ഇൻ പേഴ്സൺ മീറ്റിംഗ് പോലെ നമ്മൾ നേരിട്ട് മീറ്റിംഗ് നടത്തുന്നത് പോലെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പൻസ് അറ്റൻറ്റീവ് ആയിരിക്കണം, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, പ്രൊഫഷണൽ മാനറിൽ ഒരു പ്രൊഫഷണൽ രീതിയിലായിരിക്കണം ഇതിൻ്റെ കോള് നടത്തേണ്ടത്. അതുപോലെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വിസിബിളും അതുപോലെ ഓഡിബിളും ആയിരിക്കണം. മാനേജ് ടൈം ഡിലേയ്സ്. Video call often experience time delays due to network issues. Be mindful of adjust your communication accordingly, allowing extra time for participant respond. ഇവിടെ പറയുന്നത് വീഡിയോ കോൾ സാധാരണഗതിയിൽ നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് ഡിലേ ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും റെസ്പോണ്ട് ചെയ്യുന്നതിനും. അടുത്ത വോയിസ് മെയിൽ ആൻഡ് ആൻസറിങ് മെഷീൻസ്. വോയിസ് മെയിൽ സിസ്റ്റം ഓഫ് ബിസിനസ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ് ഓവർ ദ ട്രഡീഷണൽ ആൻസറിങ് മെഷീൻസ്. വോയിസ് മെയിൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ്സിൻ്റെ ട്രഡീഷണൽ ആൻസറിങ് മെഷീനിൽ നിന്നും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വോയിസ് മെയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. വിത്ത് വോയിസ് മെയിൽ യൂസർ ക്യാൻ ആക്സസ് ആൻഡ് മാനേജ് മെസ്സേജ് റിമോട്ട്ലി. നമുക്ക് വോയിസ് മെയിൽ മെസ്സേജ് വഴി റിമോട്ട്ലി എന്ത് ചെയ്യാൻ പറ്റും, യൂസറിനെ അത് ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കും. അലോയിങ് ഫോർ മോർ എഫിഷ്യൻറ്റ് ഫ്ലെക്സിബിൾ കമ്മ്യൂണിക്കേഷൻ. ഇത്തരത്തിലുള്ള വോയിസ് മെയിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് ഫ്ലെക്സിബിൾ കമ്മ്യൂണിക്കേഷൻ നൽകുന്നു. അഡ്വാൻറ്റേജ് ഓഫ് വോയിസ് മെയിൽ റിമോട്ട് ആക്സസ് ആണ്. നമുക്ക് എവിടെ ഇരുന്നിട്ടും നമുക്ക് ആക്സസ് ചെയ്യാം. Any location. Message management. Unlike traditional answering machines, voicemail system allow users to save, delete or archive message. Streamline communication and keep records. ഇവിടെ പറയുന്നത് നമ്മൾ ട്രഡീഷണൽ മെഷീൻസ് പോലെയല്ല, ആൻസറിങ് മെഷീൻ പോലെയല്ല, നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം, അർച്ചീവ് ചെയ്യാം മെസ്സേജ്. അതുപോലെ 24/7 അവൈലബിലിറ്റി. നമുക്ക് എല്ലാ ടൈമിലും നമുക്കത് വോയിസ് മെയിൽ ഏത് ടൈമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആണ്. അടുത്ത ലീവിങ് എഫക്റ്റീവ് വോയിസ് മെയിൽ മെസ്സേജ്. വെൻ ലീവിങ് എ വോയിസ് മെയിൽ മെസ്സേജ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു when leaving a voice mail message it is important to be conscious. Keep your message short and the point. റെസ്പെക്റ്റ് ദ പാർട്ടിസിപ്പൻസ് ടൈം. നമ്മൾ വോയിസ് മെയിൽ അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മെസ്സേജ് കുറച്ചുകൂടെ ഷോർട്ടായിരിക്കണം, ഭയങ്കര നീട്ടി വലിച്ചിട്ടുള്ള മെസ്സേജ് ആകാൻ പാടില്ല. നമ്മുടെ പാർട്ടിസിപ്പൻ്റ് ആ കേൾക്കുന്ന ആളുടെ ടൈമിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഷോർട്ടാക്കിയിട്ട് നമ്മൾ മെസ്സേജ് അയക്കുക. എൻഷുർ ക്ലാരിറ്റി. നമ്മൾ അയക്കുന്ന ആളുടെ നെയിം പറയുക. ക്ലിയർലി സ്റ്റേറ്റ് യുവർ നെയിം, ദ പർപ്പസ് ഓഫ് യുവർ കോൾ ആൻഡ് ഫോളോ അപ്പ് ആക്ഷൻസ് റിക്വയർഡ്. പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അവോയ്ഡ് leaving personal or sensitive information in your message to comply with the data protection regulations. നമ്മുടെ പേഴ്സണൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻസോ അവോയ്ഡ് ചെയ്യുക, അത് നൽകുന്നതിൽ നിന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത യൂണിറ്റ് 19 പ്രിപ്പറേഷൻ ഫോർ ദ ജോബ് മാർക്കറ്റ്. നമ്മൾ ജോബ് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിനകത്ത് പറയുന്നത്.
നമ്മൾ ജോബ് സെർച്ച് ചെയ്ത് നമ്മൾ ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുന്നുള്ള ഓരോ പ്രോസസ്സുകളാണ്, ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദിസ് യൂണിറ്റ് outlines several stages of the job search process, from preparing for the job market to securing a first role after graduation. First one, initial preparation. First year, 1 year before graduation. നമ്മുടെ ഗ്രാജുവേഷൻ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആകുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റ് ഷുഡ് ബിഗിൻ അറ്റ്ലീസ്റ്റ് എ ഇയർ ബിഫോർ ഗ്രാജുവേറ്റ്. നമ്മൾ ജോബ് മാർക്കറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഗ്രാജുവേറ്റ് ആകുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഹൈലി കോമ്പറ്റീറ്റീവ് ജോബ് എൻവയോൺമെൻറ്റിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്? റിസർച്ച് ദ ജോബ് മാർക്കറ്റ്. നമ്മൾ പൊട്ടൻഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് റിസർച്ച് ചെയ്യുക, കമ്പനീസ് റിസർച്ച് ചെയ്യുക, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസും ജോബ്സുകളും അതിനെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുക. അതുപോലെ നമ്മൾ ജോബ് വെബ്സൈറ്റ് പോർട്ടൽസുകളായിട്ടുള്ള കമ്പനി വെബ്സൈറ്റിൽ ബ്രൗസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ജോബ് പോർട്ടൽസ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ, ഇൻഡീഡ് അല്ലെങ്കിൽ ഗ്ലാസ്ഡോ എന്നീ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റുകളിൽ പോയിട്ട് അവിടെയൊക്കെ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും അതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ജോബ് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്യാം. റൈറ്റ് എ കവർ ലെറ്റർ. ഒരു കവർ ലെറ്റർ നമ്മൾ തയ്യാറാക്കുക. ഇതിനകത്ത് സെർവ് ആസ് എ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ഇൻട്രൊഡക്ഷൻ ടു പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സ്, ഹൈലൈറ്റിംഗ് വൈ യു ആർ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ദ റോൾ. നമ്മളൊരു കവർ ലെറ്റർ തയ്യാറാക്കുക. അപ്പം ഇതിനകത്ത് നമ്മൾ പേഴ്സണലൈസ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. നമ്മൾ അതിനകത്ത് എന്തിനാണ് നമ്മൾ ഈ റോളിൽ നമ്മൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്, ഏത് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത്, ഈ ജോബിന് നമ്മൾ എത്രത്തോളം അനുയോജ്യമാണ് എന്ന രീതിയിൽ അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാം. അപ്ഡേറ്റ് യുവർ CV. നമ്മുടെ CV അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനകത്ത് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്, വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ്, അതുപോലെ റീസെൻ്റായിട്ട് നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. CV അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV തയ്യാറാക്കുക. അല്ലാതെ 2-3 വർഷം മുമ്പുണ്ടാക്കിയ CV ഒന്നും പറ്റില്ല. നമ്മൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ എക്സ്പീരിയൻസോ പുതിയ എക്സ്പീരിയൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ CV അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. റെക്കമെൻഡേഷൻ ലെറ്റർ. നമ്മൾ മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥലത്തുള്ള പ്രൊഫസറിൻ്റെ കയ്യിൽ നിന്നോ മെൻറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നോ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മൾ വാങ്ങുക. അപ്പം നമ്മൾ ഈ CVയുടെ കൂടെ റെക്കമെൻഡേഷൻ ലെറ്ററും കൂടെ നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ജോബിലേക്ക് അവർ നമ്മളെ സെലക്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. These letters provide employers with a third-party perspective on your qualification. അടുത്ത് ഇവാലുവേറ്റ് ജോബ് അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾക്ക് ജോബ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിലയിരുത്തുക, എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷനുമായിട്ട് അത് ഒത്തുപോകുന്നുണ്ടോ, അല്ല നമ്മുടെ ഇൻട്രസ്റ്റും കരിയർ ഗോൾസിനുമായിട്ട് അത് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അതിന് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? മിനിമം ക്വാളിഫിക്കേഷൻ. നമ്മൾക്ക് വന്നിട്ടുള്ള ഈ ജോബ് അഡ്വർടൈസ്മെൻറ്റിൽ വന്നിരിക്കുന്ന ജോബുമായിട്ട് നമ്മുടെ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മിനിമം ensure that you meet basic requirements for the job such as educational background and specific skills. നമ്മുടെ ഈ ജോബ് അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയയുമായിട്ട് നമ്മളുടെ സ്കിൽസും അതുപോലെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും ഒത്തുപോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ. ലുക്ക് ഫോർ അഡീഷണൽ സ്കിൽസ് ഓർ എക്സ്പീരിയൻസ് ദാറ്റ് മേ ബി കൺസിഡർഡ് ആൻഡ് അഡ്വാൻറ്റേജ്. അതുപോലെ കമ്പനി പ്രൊഫൈൽ. റിസർച്ച് ദ കമ്പനീസ് മിഷൻ, വാല്യൂ ആൻഡ് കൾച്ചർ ടു ഡിറ്റർമൈൻ വെദർ ഇറ്റ് ഈസ് ഗുഡ് ഫിറ്റ് ഫോർ യു. നമ്മൾ കമ്പനീൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് കമ്പനീനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യുക. കമ്പനിയുടെ വെബ്സൈറ്റിലോ എവിടെയെങ്കിലും പോയിട്ട് കമ്പനിയെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുക. അവരുടെ കാര്യങ്ങളൊക്കെ വാല്യൂ ആൻഡ് കൾച്ചർ ഓഫ് ഡിറ്റർമൈൻ വെദർ അവരുടെ കൾച്ചർ, അതുപോലെ വാല്യൂ,
വാല്യൂസ്, കമ്പനീൻ്റെ മിഷൻസ്, അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തുക. ഈ കമ്പനി നമ്മളുമായിട്ട് നമ്മൾ ഇൻട്രസ്റ്റുമായിട്ട് ഫിറ്റ് ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്താം. ജോബ് നാച്ചുറൽ റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ ഈ വന്നിരിക്കുന്ന ജോബ് അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ജോബ് നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡ് ദ ഡെയിലി ടാസ്ക് ആൻഡ് വെദർ ദ ജോബ് ഷെഡ്യൂൾ അലൈൻ വിത്ത് യുവർ പേഴ്സണൽ പ്രിഫറൻസ്. നമ്മൾ പേഴ്സണൽ പ്രിഫറൻസുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ അതിനകത്തുള്ളത്, ജോബിൻ്റെ പറഞ്ഞിരിക്കുന്ന ജോബിൻ്റെ നേച്ചർ, റെസ്പോൺസിബിലിറ്റി നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. Daily task, understand the daily task and whether the job is scheduled align with your personal preferences. At the writing an application letter, the application letter complements your CV by offering insight into personality, motivation and enthusiasm for the job. അടുത്തത് നമ്മളൊരു അപ്ലിക്കേഷൻ ലെറ്റർ റൈറ്റ് ചെയ്യാം. ഈ അപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ CV കുറച്ചുകൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യും, അതിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യും. അതിലെന്താണ് നമ്മുടെ പേഴ്സണാലിറ്റിനെയും മോട്ടിവേഷനെയും ഒക്കെ കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻസൈറ്റ് നൽകുന്ന രീതിയിലുള്ളതാണ് അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് നമ്മളൊരു എഫക്റ്റീവായിട്ടുള്ള അപ്ലിക്കേഷൻ ലെറ്റർ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സാണ് ശ്രദ്ധിക്കേണ്ടത്. സബ്ജക്റ്റ്, ബിഗിൻ വിത്ത് ക്ലിയർ സബ്ജക്റ്റ് ലൈൻ സച്ച് ആസ് അപ്ലിക്കൻറ്റ് ഫോർ മാർക്കറ്റിംഗ് മാനേജർ. നമ്മൾ ബിഗിൻ വിത്ത് ക്ലിയർ സബ്ജക്റ്റ് ആയിരിക്കണം. സച്ച് ആസ് ഒരു എക്സാമ്പിൾ അപ്ലിക്കേഷൻ ഫോർ മാർക്കറ്റിംഗ് മാനേജർ എന്നിട്ട് തുടങ്ങണം. സൊല്യൂഷൻ, അഡ്രസ് ദ ഹയറിംഗ് മാനേജർ ഡയറക്റ്റ്ലി. നമ്മൾ ഹയറിംഗ് മാനേജറെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. എക്സാമ്പിൾ, ഡിയർ മിസ്റ്റർ സ്മിത്ത്. ഇൻട്രൊഡക്ഷൻ നൽകുക. സ്റ്റേറ്റ് ദ പൊസിഷൻ യു ആർ അപ്ലൈയിങ് ഫോർ ആൻഡ് ഹൗ യു ഫൗണ്ട് അബൌട്ട് ഇറ്റ്. നമ്മൾ എന്ത് പൊസിഷന് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നതിന് അതിനെക്കുറിച്ച് എഴുതുക. അതുപോലെ ഇതെങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയെന്നുള്ളതിനെക്കുറിച്ചും അവിടെ എഴുതുക. അടുത്ത ബോഡി പാർട്ടിൽ ഹൈലൈറ്റ് യുവർ ക്വാളിഫിക്കേഷൻ, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് മേക്ക് യു ഐഡിയൽ കാൻഡിഡേറ്റ്. നമ്മൾ ഈ ജോബിന് നമ്മൾ ഇണങ്ങിയതാണെന്ന്, നമുക്ക് പറ്റിയതാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസും സ്കിൽസും എക്സ്പീരിയൻസും അതിനകത്ത് ബോഡിയിൽ നമ്മൾ ഉൾപ്പെടുത്തുക. കൺക്ലൂഷൻ, എക്സ്പ്രസ് യുവർ എൻതൂസിയാസം ഫോർ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് യുവർ വില്ലിങ്നെസ് ടു ഡിസ്കസ് യുവർ അപ്ലിക്കേഷൻ ഫർദർ. കൺക്ലൂഷൻ, നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് അതിനെക്കുറിച്ചും, അതുപോലെ ഈ അപ്ലിക്കേഷൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള നിങ്ങളുടെ താല്പര്യവും ഇതിനകത്ത് അറിയിക്കാം. അടുത്ത ക്രാഫ്റ്റിംഗ് കരിക്കുലം വിറ്റ് അഥവാ CV. CV is a comprehensive document. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടാവും, നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, സ്കിൽസ് ഉണ്ടാവും, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് CV എന്ന് പറയുന്നത്. അതൊന്നും വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് അതുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു CV ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പം എന്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇതിനകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മളെ നെയിം, കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, അതുപോലെ ഇമെയിൽ, അതുപോലെ ഫോൺ നമ്പർ. ഇനി പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അടുത്ത പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, ലിസ്റ്റ് യുവർ ജോബ് ഓർ ഇൻറ്റേൺഷിപ്പ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. ഡിസ്ക്രൈബ് ബൈ കീ റെസ്പോൺസിബിലിറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. എന്തെങ്കിലും നമ്മൾ മുൻപ് ജോബ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ എക്സ്പീരിയൻസ് എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മളവിടെ എഴുതുക. അതെങ്ങനെയാണ് നമ്മൾ ഓർഡർ കൊടുക്കേണ്ടത്? റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം അത് നൽകേണ്ടത്. അതുപോലെ ആ ജോബ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിനി, അതിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതിനകത്ത് പറയുക. അടുത്തത് നമ്മൾ ജോബിൻ്റെയും ഇൻറ്റേൺഷിപ്പും നമ്മൾ എഴുതുന്ന സമയത്ത് കാലക്രമം അനുസരിച്ചിട്ടായിരിക്കണം. ലൈക്ക് ഇപ്പം ഏറ്റവും ലാസ്റ്റ് എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്തത് അത് ഫസ്റ്റ് എഴുതുക. ഏറ്റവും റീസെൻ്റായിട്ട് ചെയ്തിരിക്കുന്ന ജോബ് ഏറ്റവും ആദ്യവും,
നമ്മൾ ആദ്യത്തെ ജോബ് വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും താഴെയും കൊടുക്കുക. ആദ്യം റീസെൻ്റായിട്ട് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്തത് അതായിരിക്കണം നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് ഫസ്റ്റ് എക്സ്പീരിയൻസിൽ എഴുതുക. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സോറി, അങ്ങനെയല്ല. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലത്തോളം അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിട്ട് ഇൻറ്റേൺഷിപ്പ് ആയാലും അല്ലെങ്കിൽ ജോബായിട്ട് എത്ര കാലത്തോളം നമ്മൾ അവിടെ വർക്ക് ചെയ്തു എന്നുള്ളത് കാണിക്കുക. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഇതിനകത്ത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞതിൽ. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ റെലവൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രീസോ സർട്ടിഫിക്കേഷനോ ഹോണേഴ്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴാണ് നമ്മളത് പഠിച്ചിറങ്ങിയത്, എവിടെയാണ് പഠിച്ചത്, അതിൻ്റെ ഇയർ കാര്യങ്ങളൊക്കെ പാസ് ഔട്ടായ ഇയറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. സ്കിൽസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ഹൈലൈറ്റ് ടെക്നിക്കൽ സോഫ്റ്റ് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് ആസ് വെൽ ആസ് എനി അവാർഡ് അക്കംപ്ലിഷ്മെൻറ്റ്സും. നമ്മൾ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ എഴുതുക. ലാംഗ്വേജ് സ്കിൽസ്, അതുപോലെ ടെക്നിക്കൽ സ്കിൽസ്, അതുപോലെ ഇനി എന്തെങ്കിലും അവാർഡോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ CV കഴിഞ്ഞതിനും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്. നമ്മുടെ CV റിവ്യൂ ചെയ്തിട്ട് അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ്. അപ്പം ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. നമ്മുടെ ഹയറിങ് പ്രോസസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ഇംപ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം പ്രിപ്പറേഷൻ ടിപ്സ് എന്തൊക്കെയാണ്? ഔട്ട്ഫിറ്റ് നമ്മുടെ കമ്പനിയുടെ ഡ്രസ് കോഡുമായി അലൈൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ള നല്ലൊരു അറ്റയർ, നമ്മൾ പ്രൊഫഷണൽ അറ്റയർ ചൂസ് ചെയ്യുക. റിവ്യൂ CV നമ്മൾ നല്ലപോലെ നമ്മുടെ CV പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആ CVയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന സ്കില്ലൊക്കെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കാര്യമായിട്ട് റിവ്യൂ ചെയ്യുക. കാരണം അവർ നമ്മളോട് അതിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ സാധിക്കണം. അപ്പം സ്കിൽസൊക്കെ ഇപ്പം നമ്മൾ പല സ്കില്ലുകളും കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കില്ലിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കണം. നോ ദ കമ്പനി. നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്ന് റിസർച്ച് നടത്തുക. അപ്പം അതുപോലെ പ്രാക്ടീസ് കോമൺ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. നമ്മൾക്ക് കോമൺ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, വൈ ഷുഡ് വി ഹയർ യു, ഇത്തരത്തിലുള്ള കോമൺ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇത്തരം കോമൺ ക്വസ്റ്റ്യൻസുകൾ വെച്ച് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക. സാലറി എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി എത്രയാണെന്നുള്ളത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും. അപ്പം ഈ 2 ചാപ്റ്ററിലും ഇത്രയാണ് പഠിക്കാനുള്ളത്.